ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പഴംപൊരിയാണ് കേട്ടോ. അതേ ടേസ്റ്റിൽ തന്നെയുള്ള പഴംപൊരിയാണ്. അപ്പോൾ പഴംപൊരി നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കണത്. അല്ലെങ്കിൽ ദോശമാവ്, ഒരു സ്പൂൺ ദോശമാവ് ചേർത്തിട്ട് പഴംപൊരി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടണ പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പഴം വെച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുള്ള കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇത്രയ്ക്ക് വേണമെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായക്കടയിലേക്ക് കിട്ടുന്ന പഴംപൊരി നല്ല മഞ്ഞ കളറായിരിക്കും അല്ലേ. നമ്മളെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഒരു 2 നുള്ളി ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്താനാണ്. നമുക്കിനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് കലക്കിയെടുക്കുന്നത്. മൈദ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പച്ചരി വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഗോതമ്പ് മാവും ചേർക്കണില്ല, മൈദ മാവും ചേർക്കുന്നില്ല, പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പച്ചരിയും 1 സ്പൂൺ അരിപ്പൊടിയും വെച്ചിട്ടാണ് ആ പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയിലും അല്ല, ഒരുപാട് ലൂസായിട്ടും അല്ല ഉള്ളത്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. നമുക്ക് ഇത് പൊങ്ങി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കുന്നത്. അതുപോലെ ചായക്കടയിൽ കിട്ടുന്ന പഴംപൊരിയിൽ ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 മണിക്കൂർ വെക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു പുളിയുടെ ടേസ്റ്റും കൂടി വരും. മാക്സിമം 2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് പുളിയുടെ വേണമെങ്കിൽ കുറച്ചും കൂടി സമയം വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങൾക്ക് തിരക്കുള്ള സമയമാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ സൗകര്യം പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ ബബിൾസ് പോലെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം. മാക്സിമം 2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ സമയം വെക്കുമ്പോൾ നല്ലൊരു പുളിയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് 2 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പഴം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഇടണം. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഇടാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ബ്രൗൺ കളറാവും. അപ്പോൾ അത് കാണാൻ തന്നെ വലിയ ഭംഗി ഉണ്ടാവില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴാണ് പഴംപൊരി കാണാനും ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഇടണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഇതുപോലെ പൊങ്ങി കിട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 സൈഡും നല്ല ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പഴം വെച്ചിട്ടുള്ള അളവിലാണ് കേട്ടോ മാവൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു പഴം വെച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാവേ അത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ അരക്കപ്പ് വെച്ചിട്ടല്ലേ, അപ്പോൾ 1 കപ്പ് മാവൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്